ഇതെന്താ നീ ഒറ്റയ്ക്ക്? സത്യ എവിടെ? അറിയില്ല. അറിയില്ലെന്നോ? എടാ, കല്യാണം കഴിഞ്ഞാ ഭാര്യയെ കൂടെ നിർത്തണം. നീ ചെയ്തത് ഒരു അബദ്ധമായി പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് എന്തുകൊണ്ട് യോജിച്ച പെൺകുട്ടിയാ സത്യ. അവൾക്ക് ഈ വീട്ടിലുള്ളവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ലെന്ന് അച്ഛന് മനസ്സിലായില്ലേ? അതൊന്നും പൊരുത്തക്കേടിന്റെ ഭാഗമല്ല. ചില അഭിപ്രായ ഭിന്നതകൾ അതൊക്കെ വേണം. അതില്ലാതെ എന്ത് ജീവിതം, എന്ത് വീട്? അമ്മയ്ക്ക് പോലും സത്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല. അമ്മയും അംഗീകരിക്കും. നീയും സത്യയും നല്ല ഇണക്കത്തോടെ കഴിഞ്ഞാൽ ഈ മുഖം തിരിച്ചു നിൽക്കുന്നവരെല്ലാം അടുത്തു വരും. ഇല്ല, സത്യയെ മറ്റൊരു രീതിയിൽ കാണാൻ എനിക്ക് കഴിയില്ല. കഴിയണം. ദിവ്യയെ നീ സങ്കല്പിച്ചില്ലേ, അതേപോലെ സത്യയും സങ്കല്പിക്കണം. എന്റെ സങ്കല്പത്തിലെ ദിവ്യയ്ക്ക് 100% വിജയമായിരുന്നു. സത്യയ്ക്ക് ആ സ്ഥാനത്ത് പാസ് മാർക്ക് പോലുമില്ല. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. കള്ളൻ. അളിയ, ഈ വരാനുള്ളത് വഴിത്തെങ്ങിലെന്ന് പറയണില്ലേ, ഇതിനാണ്. ആ, നല്ല ഉഗ്രം മണിയറ. നിനക്കിപ്പോ എന്താടാ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നിനക്ക് വല്ലത് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ റെഡിയാക്കി തരാം. അളിയ, ധൈര്യത്തിലൊരു സ്മോൾ അടിക്കുന്നതേ നല്ലതാ. വേണ്ടെങ്കി വേണ്ട. നീ ഒരുമാതിരി ആദ്യം ഒരു കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടോട് ചോദിച്ചതാ. നീ എന്താടാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? എടേ, ഇവിടെ ഇനി അറിയാൻ ഒന്നുമില്ല. നീ സ്നേഹിച്ച പെണ്ണ് ആരുടെ കൂടെ ഒളിച്ചോടി. നിന്നെ സ്നേഹിക്കുന്ന പെണ്ണ് നീ കെട്ടുകയും ചെയ്തു.